ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സോഷ്യൽ സയൻസ് 6th ക്ലാസ്സിന്റെ പിന്നെ സെക്കൻഡ് ടൈം ഇവാലുവേഷന്റെ പേപ്പർ ആണെന്ന് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ പിന്നെ 6th സ്റ്റുഡന്റ് എന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കും, അതിനുശേഷം ആളെ ആൻസർ പറയും. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ലെങ്ത് അവതരിക്കും കൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കിയതിനു ശേഷം മാത്രം എക്സാംസ് ചെയ്യാവൂ. 2019-20 ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ 18, 19, 20, 21, 22, 23 അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് മാത്രമല്ല, അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഏതൊക്കെ സബ്ജക്ട് ഉണ്ട് അതിന്റെ ഒക്കെ ഇതേമാതിരി ഇപ്പം ക്ലാസ് 6ന്റെ മാത്രമല്ല കേട്ടോ, ഏത് ക്ലാസ്സിന്റെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ അപ്പൊ നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 8 ആക്ടിവിറ്റിയാണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് 6 ആക്ടിവിറ്റിയാണ് നമുക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആക്ടിവിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്തെ എല്ലാ സബ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് അറിയും എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് വേണം ആക്ടിവിറ്റി തിരഞ്ഞെടുക്കാനായിട്ട്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം എല്ലാ ആക്ടിവിറ്റീസും വായിക്കാം കേട്ടോ. അപ്പൊ ഞങ്ങൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകും, വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 1 ഞങ്ങൾ 8 ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് അറൈവ്ഡ് അറ്റ് കൺക്ലൂഷൻസ്. നമ്മളൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എങ്ങനെ? അബൌട്ട് ദ ഷേപ്പ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ആകൃതിയെ കുറിച്ചിട്ട് ഒരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്. എങ്ങനെ? ത്രൂ വേരിയസ് ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പെരിമെന്റ്സ്, പല നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ, പലതരത്തിലുള്ള നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ ഭൂമിയുടെ ഷേപ്പിനെ കുറിച്ച് ഏകദേശ ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഏകദേശ ധാരണ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്, ഒരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ട് അല്ലെ. സോ അതിനെ കുറിച്ചിട്ടുള്ള അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ അതിലെ എ, Nowadays we have many scientific evidence about the shape of the earth. ഇന്ന് നമുക്ക് ഒരുപാട് ശാസ്ത്രീയമായ തെളിവുകൾ എന്തിനുണ്ട്? ഭൂമിയുടെ ഷേപ്പിനെ കുറിച്ചുണ്ട്. The spherical shape of the earth, the spherical shape, അതായത് ഭൂമിയുടെ ആ ഗോളാകൃതിയില് എന്താ പറയുന്നത്, ഈ സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസ്, അതിന്റെ 2 പോൾ ഉണ്ട് അല്ലെ. ആ പോളിൽ എന്താണ്? സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് ആണ്, കുറച്ച് പരന്നിട്ടും. അതുപോലെ തന്നെ ഇക്വേറ്ററിൽ എന്താണ്? കുറച്ച് ബൾജായിട്ടും, ആൻഡ് ബൾജ്ഡ് അറ്റ് ദ ഇക്വേറ്റർ. സോ ഇങ്ങനെയാണ് ഉള്ളത്. ഈ ആകൃതിക്ക് നമ്മൾ എന്താ പറയുന്നത്? നെയിം ദിസ് സ്ഫെറിക്കൽ ഷേപ്പ്. ഈ ആകൃതിക്ക് എന്താ പറയുന്നത്? ജിയോയിഡ്. അപ്പൊ ജിയോയിഡ് ആണ് ഈ ആകൃതിക്ക് പറയുന്ന ഉത്തരം കേട്ടോ. അപ്പൊ നിങ്ങൾ അവിടെ അതാണ് എഴുതുന്നത്. സം കൺസെപ്റ്റ്സ് റിലേറ്റ് ടു ദ ഷേപ്പ് ഓഫ് എർത്ത് ആർ ഗിവൺ ബിലോ. ഇനി ഭൂമിയെ കുറിച്ചിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ, അതായത് ഉരുത്തിരിഞ്ഞു വന്ന കുറെ കൺസെപ്റ്റുകളാണ് ഇപ്പൊ താഴെ കൊടുത്തിരിക്കുന്നത്. അറേഞ്ച് ദീസ് കൺസെപ്റ്റ് ഫ്രം ആൻഷ്യൻ ടു മോഡേൺ, അതായത് പഴയ കൺസെപ്റ്റിലിരുന്ന് പുതിയ കൺസെപ്റ്റിലേക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ഗ്രീക്ക് ഫിലോസഫേഴ്സ് പൈതഗോറസ് ആൻഡ് അരിസ്റ്റോട്ടിൽ എസ്റ്റാബ്ലിഷ് ദാറ്റ് എർത്ത് ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. അതായത് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയിട്ടുള്ള പൈതഗോറസും അരിസ്റ്റോട്ടിലും എർത്ത് സ്ഫെറിക്കൽ ആണെന്ന് പിന്നെ പറഞ്ഞു. താലസ് ബിലീവ്ഡ് ദാറ്റ് എർത്ത് ഇസ് സ്ഫിയർ ദാറ്റ് ഫ്ലോട്ട്സ് ഓൺ. താലസ് എന്താ പറഞ്ഞ? എർത്ത് ഒരു ഗോളമാണ്, അത് വെള്ളത്തിൽ ഒഴുകി നടക്കുന്നു. മെഗല്ലൻസ് വോയേജ് എന്തായിരുന്നു? മെഗല്ലന്റെ വോയേജ് റൗണ്ട് ദ വേൾഡ്, അതായത് പുള്ളി ഇങ്ങനെ ഭൂമിക്ക് ചുറ്റും സഞ്ചരിച്ചിട്ട് എന്താണ്? ഭൂമി ഉരുണ്ടതാണെന്ന് സ്ഥാപിച്ചു. ആര്യഭട്ട സ്ട്രോങ്ലി ബിലീവ്ഡ് ദാറ്റ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ഇസ് സ്ഫെറിക്കൽ ആൻഡ് സ്പിൻസ് ഓൺ ആൻ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ്. അതായത് അത് അതിന്റെ ഇമാജിനറി ആയിട്ടുള്ള അതിന്റെ ആക്സിസിൽ, ഏത് ആക്സിസ് എന്ന് വെച്ചാൽ അച്ചുതണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ആര്യഭട്ട പറഞ്ഞു. അപ്പൊ ഇത് നമുക്ക് പഴയ, അതായത് ആൻഷ്യൻ ടൈമിൽ ഇരുന്ന് ഇങ്ങോട്ട് വരയ്ക്കും പറയണം. അപ്പൊ അതെങ്ങനെയാ വരണേ? ഒന്നാമത്തെ, തേൽസ് ബിലീവ്ഡ് ദാറ്റ് എർത്ത് അതാണ് ഈസ് എ ഫസ്റ്റ് വരുന്നത് സ്ഫിയർ അല്ലേ. that floats on water. രണ്ടാമത്തെ, ഗ്രീക്ക് ഫിലോസഫേഴ്സ് പൈതഗോറസ് ആൻഡ് അരിസ്റ്റോട്ടൽ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് എർത്ത് ഈസ് സ്ഫെറിക്കൽ ഷേപ്പ്. മൂന്നാമത്തെ, ആര്യഭട്ട സ്ട്രോങ്ലി ബിലീവ്ഡ് ദാറ്റ്. നാലാമത്തെ, മെഗല്ലൻസ് വോയേജ് റൗണ്ട് ദ വേൾഡ് പ്രൗഡ് ദ എർത്ത് ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് വരുന്ന ഗ്രീക്ക് ഫിലോസഫേഴ്സ്, താലസിന്റെ, അത് കഴിഞ്ഞ് ഗ്രീക്ക് ഫിലോസഫേഴ്സ്, അത് കഴിഞ്ഞ് ആര്യഭട്ട സ്ട്രോങ്ലി ബിലീവ്, മെഗല്ലൻസ്. ഈ ഓർഡറിൽ എഴുതിയാൽ മതി, ആൻസർ ആയി. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്റ്റിറ്റ്യൂഡ്സ് ഹെൽപ് ടു ലൊക്കേറ്റ് എ പ്ലേസ് ഓൺ എർത്ത്. ലാറ്റിറ്റ്യൂഡും ലോങ്റ്റിറ്റ്യൂഡും ഒരു ഭൂമിയിൽ ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. റീഡ് എ നോട്ട് പ്രിപ്പയർഡ് ബൈ അപ്പു അബൌട്ട് ലോങ്റ്റിറ്റ്യൂഡ്സ്. അപ്പൊ അപ്പു ലോങ്റ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വായിക്കാനാണ് പറയുന്നത് കേട്ടോ. All longitude have equal lengths. Longitude എന്താണ്? ഈക്വൽ ആയിട്ടുള്ള ലെങ്ത് ആണ്, നീളമാണുള്ളത്. Longitudes are lines that drawn joining both the poles of the globe. The longitudes along the eastern hemisphere are called east longitudes, and those of western hemisphere are called west longitudes. Longitudes are drawn vertically over the latitudes. Latitudes മുകളിൽ കൂടെ vertically ആയിട്ടാണ് longitudes വരയ്ക്കുന്നത്. അതുപോലെ തന്നെ വെസ്റ്റിലേക്കുള്ള ഹെമിസ്ഫിയറിലേക്കുള്ളത് വെസ്റ്റ് ലോങ്റ്റിറ്റ്യൂഡ്സും ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലുള്ളത് ഈസ്റ്റ് ലോങ്റ്റിറ്റ്യൂഡ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. സോ അപ്പൊ അതിന് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന, ലോങ്റ്റിറ്റ്യൂഡിന്റെ ഒരു ഷോർട്ട് നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതുപോലെ നമ്മൾ ലാറ്റിറ്റ്യൂഡിന്റെ ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കണം. പറഞ്ഞേ.
Latitude is the angular distance to any point on the surface of Earth from the center. By joining the same angular distance, we get the lines of latitude. Latitudes are drawn horizontal over the longitude. ഓക്കെ, വളരെ നല്ലൊരു ഇതായിട്ടാണ് അത് പറയുന്നത് കേട്ടോ. അപ്പൊ അത് അങ്ങനെ തന്നെ നമുക്ക് എക്സാമിന് എഴുതിയാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, ഇനി ആക്ടിവിറ്റി 3ലേക്ക് പോവാം. ദ ഹൗസ് ദാറ്റ് വി ബിൽഡ്, ദ ഡ്രസ് വി വെയർ ആൻഡ് ദ ഫുഡ് വി ഈറ്റ് ആർ നോട്ട് മെയ്ഡ് യൂസിങ് ദ മെറ്റീരിയൽ ഫ്രം അവർ സറൗണ്ടിങ്സ്, ബട്ട് പിഗ്മീസ് ടോട്ടലി ഡിപ്പെൻഡ് ഓൺ നേച്ചർ ഫോർ ദെയർ ലിവിങ്സ്. നമ്മൾ ഇപ്പൊ ധരിക്കുന്ന വസ്ത്രങ്ങൾ, നമ്മുടെ ഭക്ഷണം, നമ്മുടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഒക്കെ നമ്മുടെ തൊട്ടടുത്ത് നിന്നുള്ളതല്ല. പക്ഷെ പിഗ്മീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ടോട്ടലി പിന്നെ എന്തിനെയാണ്, നമ്മുടെ പ്രകൃതിനെയാണ് ആശ്രയിച്ച് ജീവിക്കുന്നതെന്നാണ്. ഇപ്പൊ ഇതിനകത്ത് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വേർ ഡു പിഗ്മീസ് ലിവ്? Congo Basin. Okay, and prepare a note stating the relation with nature on food, cloth and shelter of pygmies. Pygmies are lives in hot and rainy lands. High atmospheric temperature, daily afternoon showers with thunder and lightning, dense evergreen vegetation. They eat cassava or tapioca. Cassava എന്ന് പറയുന്നത് tapioca എന്നതാണ് നമ്മുടെ ഇവിടുത്തെ tapioca. Is their staple food. They also eat hunted meat and gathered fruits. They often wear deer skin leaves as clothes. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ അതിന്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് ആക്ടിവിറ്റി 4ലേക്ക് പോവാം. ദ ക്ലൈമറ്റ് ആൻഡ് ഫ്ലോറ ആൻഡ് ഫ്യൂന ഇൻ ഡിസേർട്സ് ഹാവ് ഇറ്റ്സ് ഓൺ ഇന്നേറ്റ് ഫീച്ചേഴ്സ്. മറ്റേ നമ്മുടെ ഡിസേർട്ടിലുള്ള പിന്നെ ഫ്ലോറ ആൻഡ് ഫ്യൂനന്റെ എന്താ പറയാ, അതിന്റെ ഫീച്ചേഴ്സ് അത് എന്തായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അടുത്ത ക്ലൈമറ്റ് ആയിട്ട് അല്ലേ. സോ അപ്പൊ നമുക്ക് നോക്കാം. എ ഫ്രൂട്ട് വിച്ച് ഗ്രോസ് ഇൻ ഡിസേർട്ട് ഇസ് കോമൺലി അവൈലബിൾ ഇൻ കേരള. നെയിം ദ ഫ്രൂട്ട്. അതായത് ഒരു ഫ്രൂട്ട് പിന്നെ ഡിസേർട്ടിൽ സമൃദ്ധിയായിട്ട് വളരുന്ന ഒരു ഫ്രൂട്ട് നമ്മുടെ നാട്ടിലും കിട്ടും. എന്താണ് ആ ഫ്രൂട്ട്? ഡേറ്റ്സ്. മനസ്സിലായ? നമ്മുടെ ഈന്തപ്പഴം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വെജിറ്റേഷൻ ഇൻ ഡിസേർട്സ്? Cacti, acacia, etc. From the common vegetation in this dry lands with very high temperature and dry winds, the cacti have no leaves, only fleshy stem. Okay, so then describe the climatic features in deserts. The hot deserts are located along the western margins of continents on both the hemispheres between 20 degrees and 13 degree latitudes. Through the day, temperature is very high. Nights are cool here. Summers are very hot, but very low temperature is experienced in winters. The amount of rainfall is very less here. Okay, now let's go to activity 5. Medieval period in India contributed a lot to the sculptures and architecture. Even now they are symbols of the rich and diverse culture tradition in India. അതായത് മെഡീവൽ പീരീഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെയും ലോകത്തിലെ പല മെഡീവൽ പീരീഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ സ്കൾപ്ചേഴ്സിനും ആർക്കിടെക്ചറിനും ഒക്കെ, അതായത് ശില്പകലയ്ക്കൊക്കെ എന്തുണ്ട്, ഒത്തിരി സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. സോ ഇപ്പോ നമ്മുടെ റിച്ച് ആൻഡ് ഡൈവേഴ്സ് കൾച്ചറിന് എങ്ങനെയൊക്കെ അത് സംഭാവന ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കാം. നെയിം ദ 2 മോസ്റ്റ് സിഗ്നിഫിക്കന്റ് മൂവ്മെന്റ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ അറ്റ് ദാറ്റ് ടൈം. അതായത് ആ സമയത്ത് ആയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള 2 മൂവ്മെന്റ് ഇതിൽ ലിറ്ററേച്ചറിൽ എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. Bhakti movement and Sufi movement. വളരെ സിമ്പിൾ ആണ് കേട്ടോ. അത്ര സിമ്പിൾ ആയിട്ട് തന്നെ എഴുതിയാൽ മതി. വാട്ട് വർ സം ഓഫ് ദ salient features found in the poems at that time? The poet of the Bhakti movement wrote in the language of the common people. It stimulated the development of the following regional language: Malayalam, Telugu, Kannada, Marathi, Hindi, Bengali, Gujarati. Okay, what were some of the salient features found in the poems? Okay, അതാണ് നമ്മൾ ഉത്തരം പറഞ്ഞ. സോറി കേട്ടോ. മലയാളം ഈസ് ഓൾസോ എ ലാംഗ്വേജ് വിച്ച് ഈസ് ഡെവലപ്ഡ് ത്രൂ ദിസ് മൂവ്മെന്റ്. മലയാളം അപ്പൊ നമ്മൾ പറഞ്ഞ ഉത്തരത്തിൽ തന്നെ ഉണ്ടാവും ക്വസ്റ്റ്യൻ. അതായത് മലയാളം ഈ സമയത്താണ് ഡെവലപ്പ് ചെയ്ത് വന്നത്. നെയിം ദ ഫേമസ് പോയറ്റ് ഹു ഇസ് ദ ഫാദർ ഓഫ് മലയാളം ലാംഗ്വേജ്. മലയാളം ലാംഗ്വേജിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഫേമസ് പോയറ്റ് ആരാണ്? വെരി സിമ്പിൾ ആണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള വർക്ക് എന്താണ്? നെയിം എനി വൺ ഓഫ് ഹിസ് മേജർ. അധ്യാത്മരാമായണമാണ് അദ്ദേഹത്തിന്റെ മേജർ വർക്ക്.
കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ആക്ടിവിറ്റി 6ലേക്ക് പോവാം. എ ന്യൂ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ സുൽത്താനേറ്റ് പീരിയഡ്. ദിസ് വാസ് നോൺ ആസ് ഇന്തോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. അതായത് ഇന്തോ ഇസ്ലാമിക് സ്റ്റൈൽ എന്നറിയപ്പെടുന്ന സുൽത്താനേറ്റ് പീരിയഡിലെ ന്യൂ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഡെവലപ്പ് ആയിട്ടുള്ള പുതിയ ആർക്കിടെക്ചർ ഫോം എന്തായിരുന്നു? അപ്പൊ ഫ്രം വിച്ച് കൺട്രീസ് വേർ ദ സ്കിൽഡ് ആർക്കിടെക്ചർ ബ്രോട്ട് ടു ഇന്ത്യ ഫോർ ദിസ്? ഇത് ഈ സമയത്ത് ഇതിന് വേണ്ടിയിട്ട് ഏത് രാജ്യത്തു നിന്നാണ് സ്കിൽഡ് ആയിട്ടുള്ള, അതായത് കഴിവുള്ള ആർക്കിടെക്ചറിനെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? Turkey and Persia. Prepare a description on the architectural features of the medieval period and publish it on in the internet to attract foreign tourists. What details you include in this description? അതായത് ഫോറിൻ ടൂറിസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പാകത്തിന് നമ്മുടെ മെഡീവിയൽ പീരീഡിന്റെ സംഭാവനകളെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു ഇന്റർനെറ്റിൽ ഇടാൻ പറ്റുന്ന ഒരു എന്താ പറയാ, ഇന്റർനെറ്റിൽ ഇടാൻ പറ്റുന്ന രീതിക്ക് ഒരു നോട്ട്സ് തയ്യാറാക്കാം. Arches, domes, and minarets were the notable features of this style. Figures of flowers and plants were carved for decorating buildings. Mortar, red sandstones, and marbles were used construction. Spacious gardens were set on the building premises, and the best monument constructed by Indo-Islamic style is the Taj Mahal in Agra. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നമ്മുടെ 6 ആക്ടിവിറ്റീസും കഴിഞ്ഞു. ഇനി നമ്മുടെ 7ാമത്തെ ആക്ടിവിറ്റീസ് നോക്കാം. The Arabs acquired the knowledge of science and technology that originated in ancient India. നമ്മുടെ പുരാതന ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പിന്നെ ശാസ്ത്രവും അതുപോലെ ടെക്നോളജി ഒക്കെ അറബ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് അക്വയർ ചെയ്തിട്ടുണ്ട്. ദേ പ്രൊപ്പഗേറ്റഡ് ദ കൺസെപ്റ്റ് ഓഫ് സീറോ ഇൻ യൂറോപ്പ്. നമ്മുടെ കയ്യിൽ നമ്മൾ കണ്ടുപിടിച്ച പൂജ്യം എന്ന കൺസെപ്റ്റ് അറബ്സ് എവിടെ പോയിട്ട് ഇത് ചെയ്തു, പ്രൊപ്പഗേറ്റ് ചെയ്തു? യൂറോപ്പിൽ പോയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തു. വിച്ച് ന്യൂമറൽ സിസ്റ്റം ഓഫ് ഇന്ത്യ വാസ് പ്രൊപ്പഗേറ്റഡ് ബൈ ദ അറബ്സ്? അതായത് ഏത് ന്യൂമറൽ സിസ്റ്റമാണ് അറബ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തത്? ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ ഉത്തരം. Zero. And write any 2 contributions of the Arabs in the field of science and literature. സയൻസും ലിറ്ററേച്ചറിലും അറബ്സിന്റെ 2 കോൺട്രിബ്യൂഷൻസ്, ഏതെങ്കിലും 2 കോൺട്രിബ്യൂഷൻസ് പറയാം. Al-Razi and Ibn Sina were the scholars in the field of medical science. Kutab al-Hawi, written by Al-Razi, is work on medical science. Al-Qanun is a work of Ibn Sina. Rubaiyat of Omar Khayyam and Shahnama, written by Firdausi, are the remarkable literary work of the period. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഷോർട്ട് ആയിട്ട് വേണമെങ്കിൽ അവരുടെ ആ വർക്ക് മാത്രമായിട്ട് എഴുതാം, ഇങ്ങനെ എഴുതാം കേട്ടോ. ഇങ്ങനെ കുറച്ചും കൂടി നല്ലത്. വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ ചൈനീസ് ഇൻ ദ ഫീൽഡ് ഓഫ് നോളജ് ഡ്യൂറിംഗ് ദ മെഡീവൽ പീരിയഡ്? ഈ മെഡീവൽ പീരിയഡിലുള്ള ചൈനീസിന്റെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയായിരുന്നു? The Chinese invented the printing machine, gunpowder, and mariner's compass, an instrument to point direction during navigation, is also a Chinese contribution. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 8ലേക്ക് പോവാം. ടെമ്പിൾ ആർട്സ് ആൻഡ് റിച്വൽ ആർട്സ് were formed in the medieval Kerala. മെഡീവിയൽ കേരളയിൽ നമ്മുടെ ടെമ്പിൾ ആർട്സും റിച്വൽ ആർട്സും ഫോം ചെയ്തു ആ സമയത്ത്. സോ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ആർട്ട് ഫോംസ് ഇൻ പിക്ചേഴ്സ് ഗിവൺ ബിലോ. ഇതിൽ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സിൽ കൊടുത്തിരിക്കുന്നത് എന്താ, ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ പേര് അവിടെ എഴുതണം. എന്നിട്ടോ രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിഫൈ ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുക, അത് ടെമ്പിൾ ആർട്ടാണോ എന്ന് ചെയ്താൽ റിച്വൽ ആർട്ടാണോ എന്ന് ചെയ്താൽ. സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ എന്താ, തെയ്യം. അത് എന്താണ്? തെയ്യം റിച്വൽ ആർട്ടാണ്. റിച്വൽ ആർട്ടാണ്. ഓക്കെ, ഇത് രണ്ടാമത്തെ കഥകളി. ഓക്കെ, അത് ടെമ്പിൾ ആർട്ടാണ്. ആൻഡ് ദിസ് വൺ കൂത്ത്, അത് ടെമ്പിൾ ആർട്ടാണ്. ഇത് നാലാമത്തെ കളംപാട്ട്. ഓക്കെ, അത് റിച്വൽ ആർട്ടാണ്. ഇപ്പൊ ഇതിൽ നമ്മൾ ഈ പിക്ചർ നല്ല ക്ലിയർ ആയതുകൊണ്ട് നമുക്ക് കുറെ സമയം എടുത്ത് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ഡൗട്ട് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കണേ. ഏകദേശം മാച്ച് ആവുന്ന രീതിയിൽ നമ്മൾ നോക്കിയിട്ടാണ് ഇപ്പൊ ഇത് ചെയ്തേക്കണത്. ആർക്കെങ്കിലും ഇതിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പൊ അതുവരയ്ക്കും താങ്ക് യു. നമുക്ക് സൈൻ ഓഫ് ചെയ്യാം അല്ലെ? എന്ത് പറയുന്നു? ഓക്കെ, അടുത്ത പേപ്പർ നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്യാം. കറക്റ്റ്? അപ്പൊ ഓക്കെ, നമുക്ക് ഒരുമിച്ചൊരു ബൈ പറഞ്ഞാൽ എല്ലാവരും. അപ്പൊ എല്ലാവർക്കും ബൈ.